എവ്രിവൺ, മുഫിദ, യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. അപ്പൊ നമ്മുടെ മാജിക്കൽ പ്രാക്ടീസിന്റെ 18ാമത്തെ ദിവസമാണ് ഇന്ന് വന്നെത്തിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് മുഫിദ. ഞാൻ ഗ്ലോബൽ മൈൻഡ് പവർ ട്രെയിനർ ആണ്, പ്ലസ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ചാണ്. ലൈഫിൽ ഇപ്പൊ നിങ്ങൾ ഏതൊരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോവുകയാണെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണം എന്ന് നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫോർമേഷണൽ കോഴ്സുകളും കോച്ചിങ്ങുകളും ആയിട്ട് നമ്മളുടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങളെപ്പോലെ തന്നെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം, ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളും ഒക്കെ യാഥാർത്ഥ്യമാക്കണം, ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂട്ടത്തിലേക്കാണ് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്തിപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാജിക്കൽ പ്രാക്ടീസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിന്റെ 18ാമത്തെ ദിവസമാണ്. 28 ദിവസം മാജിക്കൽ പ്രാക്ടീസിലൂടെ ഉള്ള ഒരു ജേർണിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എല്ലാവരും ഇത് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നാമത്തെ വീഡിയോ എടുത്തിട്ട് കാണാം. നമ്മളെ യൂട്യൂബ് ചാനലിലുള്ള പ്ലേലിസ്റ്റിൽ ഉണ്ടാവും Day 1 Day 2 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങളത് Day 1 മുതൽ അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് 18ാമത്തെ ദിവസത്തില് നമ്മളെ പ്രാക്ടീസ് വരുന്നത് എന്താന്ന് വെച്ചാല് മാജിക്കൽ ടു ഡു ലിസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ പ്രാക്ടീസ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓരോ ദിവസം നമ്മളെ മാജിക്കൽ പ്രാക്ടീസ് പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആണ് ഓരോ ദിവസം നമ്മൾ നടത്തുന്നത്. ഇത് നിങ്ങൾക്കൊരു ഗൈഡൻസോട് കൂടി ഇതിപ്പോ നമ്മൾ സ്വമേധയെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ഇങ്ങനെ ചെയ്തോളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിനോട് കൂടെ തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഓരോ ദിവസം ഓരോ വീഡിയോ കണ്ടത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇത് ലൈഫ് ലോങ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് റിച്ച് ആയിട്ട് ആളുകൾ ഫോളോ ചെയ്യുന്നതാണ്. കംപ്ലൈൻസ് എന്ന് പറയുന്നത് നമ്മളുടെ പോവർട്ടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് കൂട്ടത്തിലാണെന്ന് അറിയാം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ആളുകൾ ഈ വീഡിയോ കാണുക, എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക, ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ഒരുപാട് ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതുവരെയുള്ള ലൈഫ് എങ്ങനെ ജീവിച്ചു എന്തായി എന്നുള്ളതല്ല. ഇതിലിപ്പോ പല ആളുകളും പല സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടാവും. മനുഷ്യരാണ്, പല നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലായിരിക്കും പല ആളുകളും ജീവിക്കുന്നത്. പുറമെ അവരെ കാണാൻ അവർ ഓക്കെയാണ്, കാര്യങ്ങളൊക്കെ ആണെങ്കിലും മാനസിക തലത്തിൽ അവരെ നമ്മൾ പോലും അറിയാത്ത രീതിയിലായിരിക്കും പല ആളുകൾ കടന്നു പോകുന്നത്. സ്വന്തം വീട്ടിലുള്ള ആളുകൾ പോലും പല ഇമോഷൻസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ലൈഫ് എങ്ങനെ ആയി എന്നുള്ളതല്ല, ഇനി അങ്ങോട്ടുള്ള ലൈഫ് എങ്ങനെയാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതുപോലെ നമുക്കൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റർ ആയിട്ട് നമുക്ക് ഓരോരുത്തരും നമ്മളുടെ ലൈഫിന്റെ മാനിഫെസ്റ്റർ ആയിട്ട് മാറാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തായും അത് തന്നെയായിരിക്കും സംഭവിക്കുക. നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നതും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ റിയൽ ലൈഫിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ പാസ്റ്റിലുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് അതുപോലെ തന്നെയായിരിക്കും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് എന്ത് വേണം എന്ന് നിങ്ങൾ എന്ന് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയോ, എന്ന് ചിന്തിക്കാൻ തുടങ്ങിയോ, അതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും അതിനു വേണ്ടി സെൽഫിനെ പ്രിപ്പയർ ചെയ്യാനും നിങ്ങൾ റെഡിയായോ, അന്ന് മുതലാണ് നിങ്ങളുടെ ലൈഫ് മാറ്റങ്ങളുടെ തുടക്കം സംഭവിക്കുന്നത്. നമുക്കറിയാം, ചിന്ത മാറിയാൽ ലൈഫ് മാറും എന്നുള്ളത്. നമ്മളുടെ ചിന്ത ഏതിലേക്കാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ചിന്ത എപ്പോഴും ഇല്ലായ്മയിലേക്കും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവസ്ഥ മോശമായതിനെ കുറിച്ചും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുള്ള ആളുകളുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിലേക്കാണ് നമ്മൾ എത്തിനോട്ടം നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു മാറ്റവും കൊണ്ടുവരുത്താൻ നമുക്ക് പറ്റൂല. നമ്മളുടെ ലൈഫിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ എന്ന് ഏറ്റെടുക്കുന്നത്. എൻ്റെ ലൈഫിൽ എന്ത് നഷ്ടങ്ങൾ വന്നാലും, എന്ത് ഉയർച്ച വന്നാലും, എന്ത് വളർച്ച വന്നു കഴിഞ്ഞാലും അതിന്റെ ഒക്കെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക. അതായത് നമ്മളുടെ ലൈഫിന്റെ ഉത്തരവാദിത്തം എന്ന് മുതൽ നമ്മൾ ഏറ്റെടുക്കുന്നു. കാരണം അങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞാലാണ് നമ്മളെ ലൈഫിൽ ഇനി അടുത്ത മൊമെന്റ് എന്താവണം, അല്ലെങ്കിൽ അടുത്ത ദിവസം എന്താവണം, അല്ലെങ്കിൽ ഈ ഒരു ഇയർ വരെ എന്തായി തീരണം എന്നുള്ളതൊരു ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ ആഗ്രഹങ്ങളിൽ നമുക്ക് ക്ലാരിറ്റി വരണം. അപ്പോൾ നമ്മളുടെ ലൈഫിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അതല്ല, നമ്മളെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവർ കാരണമാണ്, ഇവർ കാരണമാണ്, ഇന്ന പ്രശ്നം കൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇന്ന വ്യക്തി കാരണമാണ് ഞാൻ ഈ നിലയിലെത്തിയത്, അല്ലെങ്കിൽ കൊറോണനെ ഇപ്പോഴും പല ആളുകൾ ഇപ്പോഴും പഴിചാരുന്ന ആളുകളുണ്ട്. കൊറോണ കാരണമാണ് എൻ്റെ ബിസിനസ് ഈ അവസ്ഥയിലെത്തിയത് എന്ന് പറഞ്ഞു. കാരണം കൊറോണ കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ട് പോലും ഇപ്പോഴും കൊറോണ എന്ന ഒരു
കാരണം പറഞ്ഞുകൊണ്ട് കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. അത് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് ഈ രീതിയിൽ എന്ന് പറഞ്ഞിട്ട് കൊറോണയെ പഴി ചാരുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മളെ ലൈഫിൽ വന്നിട്ടുള്ള ഏത് കാര്യത്തിനും നമ്മൾ എന്ത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു അന്ന് മുതൽ നമ്മളെ ലൈഫ് മാറാനും തുടങ്ങും. കാരണം നമ്മൾ മാറ്റങ്ങൾക്ക് അതീതമാവാൻ നമ്മൾ ഓരോ ആക്ഷൻ എടുക്കും, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് നടത്തും, അതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നടത്തും, അറിവുകൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മളെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്ത് നമ്മൾക്ക് എന്തായി തീരണം, എങ്ങനെയാവണം എന്നുള്ളത് ഇന്നത്തെ പ്രാക്ടീസും അത് തന്നെയാണ്, മാജിക്കൽ ടു ഡു ലിസ്റ്റ് എന്നുള്ളത്. പൊതുവെ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു കാണാനില്ലാതാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ട്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ വാലറ്റ് നഷ്ടപ്പെട്ടു, നമ്മളെ വാലറ്റിൽ അത്യാവശ്യം നമുക്ക് വേണ്ട പണവും അതുപോലെ നമുക്ക് അത്യാവശ്യപ്പെട്ട കാര്യങ്ങളും എല്ലാം അതിലുണ്ടായിരുന്നു. പക്ഷെ ആ വാലറ്റ് നഷ്ടപ്പെട്ടാൽ നമ്മൾ ടെൻഷൻ അടിച്ച് അത് അങ്ങനെ പോയി, ഇനി അത് തിരിച്ചു കിട്ടൂലേ, അത് നമ്മൾ ഫുള്ള് ചിന്തിക്കുന്ന നെഗറ്റീവ് ആയിരിക്കും. സംഭവം ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് ചിലപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മള് കയ്യില് അല്ലെങ്കിൽ നമ്മളെ ബാഗിൽ തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അത് കാണാനില്ലാതാവുമ്പോൾ നമ്മൾ ടെൻഷൻ കയറി, ഇനിയിപ്പോ അതെന്ത് ചെയ്യുന്നു, എവിടെ ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ ചിന്തിച്ച് അതിനെ ഉള്ള സ്ഥലത്ത് നിന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയിടുന്ന അവസ്ഥയ്ക്ക് എത്തിക്കും എന്നുള്ളതാണ്. അതുപോലെ അതുപോലെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ധാരണയില്ല, അത് കിട്ടും എന്നുള്ള ഒരു പ്രോമിസസോ നമുക്ക് നമ്മളിലോടില്ല. അല്ലെങ്കിൽ അത് എനിക്കുള്ളതാണ്, അല്ലെങ്കിൽ ഇപ്പൊ ആ ഇന്റർവ്യൂ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മാത്രം കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ആ പൊസിഷൻ എനിക്കുള്ള എന്നുള്ള ഒരു പ്രതീക്ഷകളും നമ്മൾ കൊടുക്കുന്നില്ല. അതിനു പകരം അത് കിട്ടാതിരിക്കാനുള്ള എല്ലാ ചിന്തകളും നമ്മളെ മനസ്സിലൂടെ കടന്നു പോകുന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഫിയറും ഡൗട്ടും ആണെങ്കിൽ ആ കാര്യം ഒരിക്കലും സംഭവിക്കൂല. ഒരു ഭാഗത്ത് നിങ്ങൾ തീവ്രമായി പലതും ആഗ്രഹിക്കുന്നുണ്ട്, ലൈഫിൽ നേടിയെടുക്കാനും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു വശത്ത് നിങ്ങൾ ഫിയറും ഡൗട്ടും വെച്ച് എന്താവും, എങ്ങനെ ആയിത്തീരും, ഇങ്ങനെ ആവോ, ഇത് എനിക്ക് മാച്ച് ആണോ, ഞാൻ അതിന് പാകപ്പെട്ട ആളാണെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അത് നിങ്ങളിലേക്ക് വരൂല. നമ്മൾ ആഗ്രഹങ്ങളുടെ വൈബ്രേഷൻ, നമ്മളുടെ വൈബ്രേഷൻ ഒരേ തലത്തിലാവുമ്പോഴാണ് ആ ആഗ്രഹം പോലും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പൊ ഈ മാജിക്കൽ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായി തീരണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി വിഷ്വലൈസേഷൻ ചെയ്യാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും നമ്മളിത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മളടുത്ത് തിരിച്ചു വരുന്നതും ഒരു ആ, ഒരു വ്യക്തി, അതായത് ഇപ്പൊ നമ്മൾ പറയില്ല, ഒരു ഏഞ്ചലായിട്ട് ഒരാൾ ഇറങ്ങി വന്ന് നമ്മളെ കയ്യിൽ തരുന്നതും, ഇത് നമുക്ക് ഒരിക്കലും വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് കിട്ടൂല. അപ്പൊ ആ പ്രതീക്ഷകൾ നമ്മൾ വിഷ്വലൈസേഷനിലൂടെ ഇപ്പൊ നമ്മൾ അത് റൈറ്റ് ടൈം ചെയ്യാം. അപ്പോൾ ഒരു കാര്യം നിങ്ങളെ ലൈഫിൽ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അത് ഓൾറെഡി എങ്ങനെ ആയി തീരണം എന്നതിന്റെ ഒരു റൈറ്റപ്പ് നിങ്ങൾ എഴുതി തയ്യാറാക്കിയിട്ട് അതിനെ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മൾ പ്രാക്ടീസ് വരുന്നത്. റിട്ടേൺ ലിസ്റ്റ് തയ്യാറാക്കുക. എന്താ അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ആയ മൂന്ന് കാര്യത്തെടുത്ത്, അപ്പൊ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ ആയിത്തീരണം. ഇപ്പോ ഒരു വസ്തു നഷ്ടപ്പെട്ടു, അപ്പൊ അത് നമ്മളെ കയ്യിൽ കിട്ടുന്നതായിട്ടും നമുക്ക് ഫസ്റ്റ് നമ്മൾ റിട്ടേൺ ലിസ്റ്റ് ആണ് തയ്യാറാക്കേണ്ടത്, എന്താ ആയിത്തീരണം എന്നുള്ളത്. നമ്മൾ ആ ഒരു അലൈൻമെന്റ് സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമ്മളിത് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് റിസൾട്ട്. എന്റെ ലൈഫിലെ ഒരുപാട് തവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, നഷ്ടപ്പെട്ട വസ്തുവിനൊക്കെ നമ്മൾ ഓൾറെഡി വിഷ്വലൈസേഷൻ ഉപയോഗിച്ചിട്ട് നമ്മളെ ലൈഫിൽ കൊണ്ടുവരിക. അതുപോലെ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് റൈറ്റ് ചെയ്യുമ്പോൾ തന്നെ വിഷ്വലൈസ് ചെയ്തിട്ട് അത് ലൈഫിൽ സംഭവിക്കും. കാരണം നമ്മളെ ലൈഫിൽ എന്ത് കാര്യം സംഭവിക്കുന്ന ആദ്യം മനസ്സിൽ സംഭവിച്ചിട്ട് മാത്രമേ അത് റിയാലിറ്റിയിൽ സംഭവിക്കുള്ളൂ. അപ്പൊ ഓൾറെഡി നമ്മൾക്ക് എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് നമ്മൾ അത് നഷ്ടപ്പെടുത്തുക ചെയ്യുക. ആ ഒരു വസ്തു നമുക്കുള്ളതാണെങ്കിൽ പോലും അത് നഷ്ടപ്പെടുത്തുക. എന്ത് കാര്യമാണെങ്കിലും, പൊസിഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സർട്ടിഫിക്കേഷന്റെ കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ജോലിന്റെ കാര്യം ആയിക്കോട്ടെ, ഇത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ അതിന് മാച്ച് അല്ല, എന്നെ കൊണ്ട് അതിന് പറ്റൂല എന്നുള്ള തോട്ട്സ് നമ്മൾ നിരന്തരം കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് നഷ്ടപ്പെടുത്തുക. അതിനു പകരം എനിക്കത് സാധിക്കും, എനിക്കുള്ളതാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യാം. അത് അപ്പോ ജോലിക്കാണെങ്കിൽ ഇന്റർവ്യൂവിന് പോകുന്നതും ആ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യും. ശരിക്കും പറഞ്ഞാല് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? പൊതുവേ ഇന്റർവ്യൂ കുറെ പേര് എന്നെ കണക്ട് ചെയ്യാറുണ്ട്, മാം ഇന്ന് ഇന്റർവ്യൂ ആണ്, എനിക്ക് എങ്ങനെ പ്രിപ്പയർ ഉണ്ട്, എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. അത് സത്യം പറഞ്ഞാൽ അത് എങ്ങനെയാന്ന് വെച്ചാൽ കഴിഞ്ഞാല് നമ്മൾ ഫസ്റ്റ് ഇന്റർവ്യൂവർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു കാഷ്വൽ ആയിട്ട് നമ്മൾ പേരും കാര്യങ്ങളും. പിന്നെ നമ്മൾ തീരുമാനിക്കണം അവരെന്ത് നമ്മളോട് ചോദിക്കണം എന്നുള്ളത്. കാരണം ആ ഒരു സ്റ്റാൻഡപ്പ് നമ്മൾ അവിടെ എടുക്കണം. നമ്മളെ
ടോക്കിലൂടെ, നമ്മളെ കമ്മ്യൂണിക്കേഷനിലൂടെ, നമ്മളതിന് ഏറ്റവും യോഗ്യത ആയ ആൾ നമ്മളാന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മതി. അത് നമ്മളെ ടോക്കിലൂടെ പറ്റും, നമ്മളെ ആക്ഷനിലൂടെ പറ്റും. അപ്പോ അവർക്ക് നമ്മൾ മുന്നേ അറിയേയില്ല, പക്ഷെ നമ്മളെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും. പക്ഷെ നമ്മളെ ടോക്കിലൂടെ എല്ലാം അത് എന്നെ കൊണ്ട് സാധ്യമാണ്. നിങ്ങളുള്ള ആ പൊസിഷൻ എന്റെ കയ്യിൽ തന്നാൽ ഞാൻ അവിടെ അത്ര അടിപൊളിയാക്കും. കാരണം നമുക്ക് നമ്മളിൽ ബിലീവ് വേണം. ആ ബിലീവ് ഉണ്ടെങ്കിലാണ് നമുക്കിപ്പോ അപ്പൊ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പൊതുവെ ആളുകളുടെ എപ്പോഴും തോട്ട്സ് എന്തായിരിക്കും. ഇപ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അയ്യോ അതെനിക്ക് കിട്ടുമോ, എന്തായിരിക്കും ക്വസ്റ്റ്യൻ, എന്തായിരിക്കും എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും അധിക പേരുടെ ടെൻഷൻ. എന്തായിരിക്കും ക്വസ്റ്റ്യൻ, എന്തായിരിക്കും ഇനിയിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം കിട്ടുമോ, എനിക്ക് എല്ലാ ഉത്തരവും അറിയാം, പക്ഷെ ഞാൻ ആ ടൈമിൽ എങ്ങനെയാണാവോ, ആഹ് ഉം നമുക്ക് ഷിവർ ചെയ്ത് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് അലട്ടുന്നത്. അതിനു പകരം ആ സമയം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താന്ന് വെച്ചാല്, അവിടെ ജോബ് കിട്ടി കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഫുൾ പവർഫുൾ ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടും അവർ ചോദിക്കുന്നതിനൊക്കെ കറക്റ്റ് പൊസിഷൻ ചെയ്തിട്ട് നമ്മളെ എവിടെ പൊസിഷൻ ചെയ്യണതൊക്കെ നമ്മളിങ്ങനെ ടോക്കിലൂടെ പറഞ്ഞിട്ട് അവര് ഇത് നിനക്കുള്ളത് തന്നെയാണ്, യു ആർ സെലക്ടഡ് എന്ന് അവർ പറയുന്നത് വരെ നമ്മൾ ടോക്ക് ചെയ്യുന്നതും, പിന്നെ അവരെ ഇനിയിപ്പോ അവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ ഏറ്റവും വല്ല ബെസ്റ്റ് പെർഫോമർ ആയിട്ട് അവിടെ മാറുന്നതും, ഇതൊക്കെയാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. അതിന് പകരം ഇതെനിക്ക് കിട്ടുമോ, ഈ അവസ്ഥനെ കുറിച്ച് അത്രയും മോശമായിട്ട് ചിന്താക്കാൻ പറ്റുമോ, അത്രയും മോശമായിട്ട് നമ്മൾ ചിന്തിക്കും എന്നുള്ളതാണ്. അതിന് പകരം ഓൾറെഡി അത് കിട്ടിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും റീക്രിയേറ്റ് ചെയ്യാനും പറ്റുക പറഞ്ഞാൽ ഏറ്റവും ഇപ്പോ ഉം, അതാണ് നമ്മൾ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ റൈറ്റ് ചെയ്തിട്ട് അതിനെ വിഷ്വലൈസ് ചെയ്യുക. ഓൾറെഡി എന്താവാനാണോ, എന്ത് കിട്ടാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് ഫോക്കസ് ചെയ്ത് അതിൽ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത് എന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള മാറ്റങ്ങൾ, എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള വെളിച്ചം, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ചില സമയങ്ങളിൽ നട്ടം തിരിഞ്ഞോടുന്ന സമയങ്ങളിൽ, ചില സമയത്ത് നമുക്ക് ലൈഫിന്റെ ഒരു ആൻസർ കിട്ടൂല, അല്ലെങ്കിൽ എന്റെ പേർപ്പസ് എന്താ, ഇതൊക്കെ നമ്മൾ അറിയാത്ത, അല്ലെങ്കിൽ നമ്മളെ പാഷൻ കിട്ടാത്ത അവസ്ഥ, ഇങ്ങനെ നമ്മൾ നെട്ടോട്ട് ഓടിക്കരിക്കുന്ന സമയമുണ്ട്. അതിപ്പോ ഇന്ന ഏജിൽ നമ്മളെ ചില ആളുകൾക്ക് 40, ആഫ്റ്റർ 40 ഏജിന്റെ ആയിരിക്കും ഒരു ഒരു തോട്ട്സ് വരാം, എന്റെ ലൈഫ് എന്താ ഇങ്ങനെ ആയി, ഈ രീതിയിലാണ്. ചില ആൾക്ക് ചെറുപ്പം മുതലേ അങ്ങനത്തെ തോട്ട്സ് ഉണ്ടാവും, എനിക്ക് മാറണം, എനിക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം. അങ്ങനെ പല ആളുകൾക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ ചില ആളുകൾ ഏജ് ഓവറും സ്വയം വിലയിരുത്തിയിട്ടാണെങ്കിലും അവിടെ മാറണം മാറണം എന്നുള്ള ചിന്ത വന്നിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എത്ര ട്രൂലി ബെസ്ഡ് ആണ്. കാരണം ഈ ലൈഫിൽ നമ്മൾക്കൊരു മാറ്റം വേണം തിങ്ക് ചെയ്യാൻ അത്രത്തിൽ പവർഫുൾ ആയ തോട്ട്സ് നമുക്ക് കിട്ടണമെങ്കിൽ തന്നെ അതന്നെ വലിയ കാര്യമാണ്. അപ്പോ നിങ്ങൾ ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആളായിക്കോട്ടെ, ഏത് പ്രൊഫഷൻ ഫോളോ ചെയ്യുന്ന, ഏത് പേഴ്സണൽ കരിയർ, എന്താ ഏത് എത്ര വലിയ ആളുകളായിക്കോട്ടെ, എത്ര ചെറിയ ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഉള്ള കാര്യമാണ് മനസ്സ്, അതുപോലെ തോട്ട്സ് എന്ന് പറയുന്നത്. അതിൽ വർക്ക് ചെയ്യാൻ ഇന്ന സാധ്യത വേണം, ഇന്ന രീതിയിൽ വേണം എന്നൊന്നും. ഇപ്പൊ എന്റെ കോഴ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രാക്ടീസിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട്സുകളും ഈ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള വെളിച്ചം ഈ ലോകത്തൊക്കെ സ്പ്രെഡ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓരോ വിസ്ഡംസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇപ്പോ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അത് ഫോളോ അപ്പ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഇവിടെ പറയുന്നതിൽ ഡൗട്ടോ ഫിയറോ, അല്ലെങ്കിൽ ഇത് എനിക്ക് സാധിക്കുമോ, അല്ലെങ്കിൽ ഇപ്പൊ ഇത് എനിക്ക് കിട്ടുമോ, അത്തരത്തിലുള്ള തോട്ട്സിലൂടെയാണ് നിങ്ങൾ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും അത് കിട്ടൂല. അത് അത് നമ്മൾ പറഞ്ഞല്ലോ, ആ തരത്തിലുള്ള വൈബ്രേഷനിലല്ല നമ്മൾ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാനും നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ പറ്റും. അതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. ചിലത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ നമ്മളെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു 28 days മാജിക്കൽ പ്രാക്ടീസ് നിങ്ങളുടെ ലൈഫിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ഇത് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മളെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുക.
ഇത്തരത്തിലുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങനത്തുള്ള പവർഫുൾ ആയ മൈൻഡ് പവർ ടൂൾസും അതുപോലെ ലൈഫിന്റെ ടിപ്സ് ഒക്കെ ഷെയർ ചെയ്യുന്ന നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും ബാക്കി പ്രോഗ്രാംസുകളും നിങ്ങൾക്കുള്ള സെഷൻസും കാര്യങ്ങളൊക്കെ അതിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിടുക. കാരണം നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷന് കാരണമാകുന്ന ഒരു ഒരുപാട് വീഡിയോസ് നിങ്ങൾക്കായിട്ട് വെയിറ്റഡ് ആണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തോട്ട്സ് എന്നാണ്. അതായത് നമുക്ക് മാറണം എന്ന ചിന്ത എന്ന് മുതലാണോ വരുന്നത് അന്ന് മുതൽ നമ്മൾ അത് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വാട്ട് യു സീക്ക് സീക്കിങ് യു എന്ന് പറയുന്ന പോലെ നിങ്ങൾ എന്തിനെ തേടുന്നോ അത് നിങ്ങളെയും തേടുന്നുണ്ട്. നിങ്ങൾ എന്താണോ ഇപ്പൊ ഉള്ളിൽ ഇങ്ങനെ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്നുണ്ടെങ്കിൽ ആ പ്രശ്നവും നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മാറണം എന്നുള്ള തോട്ട്സ് ആണ് നിങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ വരെ കണ്ടത്. കാരണം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് അതീതമായിട്ടുള്ളവർ മാത്രമാണ് നമ്മൾ കാണുകയുള്ളൂ. അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോ വാച്ച് ചെയ്യുകയുള്ളൂ. അല്ലാത്ത ആളുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അവർക്ക് ആവശ്യമുള്ളത് അവർ തിരഞ്ഞെടുക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് എവിടെയോ ആഗ്രഹിക്കുന്നുണ്ട്, മാറണം, ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം, സക്സസ് ആവണം, ആഗ്രഹിക്കുന്ന ലൈഫ് ലീഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ മാജിക്കൽ പ്രാക്ടീസ് ഫോളോ അപ്പ് ചെയ്യുക. ഓരോ ദിവസം ഓരോന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ കാരണം എൻ്റെ ലൈഫിൽ ഞാനിത് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മളിങ്ങനെ വിറ്റ്നസ് ചെയ്യും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഓൾറെഡി അവിടെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ നമ്മൾക്കത് ഫീൽ ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ചിങ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിൽ ഇപ്പൊ ഏതോ ഒരു അവസ്ഥയിലായിക്കോട്ടെ, നിങ്ങൾ ഏതൊരു പാസ്റ്റിൽ എന്തോ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കോട്ടെ, അതൊന്നും ഇവിടെ വിഷയമല്ല. ഇനി അങ്ങോട്ടുള്ള ലൈഫ് എങ്ങനെയാവണം എന്ന് നമുക്ക് നമ്മളുടെ ലൈഫ് റീറൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ പ്രാക്ടീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓൾറെഡി എങ്ങനെ ആവണം എന്ന് തിങ്ക് ചെയ്തിട്ട് അത് വിഷ്വലൈസ് ചെയ്യുക. അത് നമ്മൾ റിട്ടൺ ലിസ്റ്റ് ആണ് ആദ്യം തയ്യാറാക്കേണ്ടത് എങ്ങനെയാവണം എന്നുള്ളത്. അപ്പോൾ അതിനെ വിഷ്വലൈസ് ചെയ്യുക, എന്നിട്ട് അതിനെ ഫീൽ ചെയ്യുക. മാക്സിമം സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് ഇമേജസും ഇമോഷൻസ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് ഇമേജ് ആണോ എന്ത് ഇമോഷൻസ് ആണോ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് റിയാലിറ്റിയിൽ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് തുടങ്ങണം. നിങ്ങൾ അതിന് റെഡിയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസുകളും ഒരുപാട് ക്ലാസ്സും സെഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. റിട്ടേൺ ലിസ്റ്റ് തയ്യാറാക്കുക. എന്താ അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ആയ മൂന്ന് കാര്യത്തെടുത്ത്, അപ്പൊ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ ആയിത്തീരണം. ഇപ്പോ ഒരു വസ്തു നഷ്ടപ്പെട്ടു, അപ്പൊ അത് നമ്മളെ കയ്യിൽ കിട്ടുന്നതായിട്ടും നമുക്ക് ഫസ്റ്റ് നമ്മൾ റിട്ടേൺ ലിസ്റ്റ് ആണ് തയ്യാറാക്കേണ്ടത്, എന്തായിത്തീരണം എന്നുള്ളത്. നമ്മൾ ആ ഒരു അലൈൻമെന്റ് സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമ്മളിത് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് റിസൾട്ട്. എൻ്റെ ലൈഫിലെ ഒരുപാട് തവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നഷ്ടപ്പെട്ട വസ്തുവിനൊക്കെ നമ്മൾ ഓൾറെഡി വിഷ്വലൈസേഷൻ ഉപയോഗിച്ചിട്ട് നമ്മളെ ലൈഫിൽ കൊണ്ടുവരിക. അതുപോലെ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് റൈറ്റ് ചെയ്യുമ്പോൾ തന്നെ വിഷ്വലൈസ് ചെയ്തിട്ട് അത് ലൈഫിൽ സംഭവിക്കും. കാരണം നമ്മളെ ലൈഫിൽ എന്ത് കാര്യം സംഭവിക്കുന്ന ആദ്യം മനസ്സിൽ സംഭവിച്ചിട്ട് മാത്രമേ അത് റിയാലിറ്റിയിൽ സംഭവിക്കുള്ളൂ. അപ്പൊ ഓൾറെഡി നമ്മൾക്ക് എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് നമ്മൾ അത് നഷ്ടപ്പെടുത്തുക ചെയ്യുക. ആ ഒരു വസ്തു നമുക്കുള്ളതാണെങ്കിൽ പോലും അത് നഷ്ടപ്പെടുത്തുക. എന്ത് കാര്യമാണെങ്കിലും, പൊസിഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സർട്ടിഫിക്കേഷന്റെ കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ജോലിന്റെ കാര്യമായിക്കോട്ടെ, ഇത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ അതിന് മാച്ച് അല്ല, എന്നെ കൊണ്ട് അതിന് പറ്റൂല എന്നുള്ള തോട്ട്സ് നമ്മൾ നിരന്തരം കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് നഷ്ടപ്പെടുത്തുക. അതിന് പകരം എനിക്കത് സാധിക്കും, എനിക്കുള്ളതാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യാം. അത്
അപ്പോൾ ജോലിക്കാണെങ്കിൽ ഇന്റർവ്യൂവിന് പോകുന്നതും ആ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യും. ശരിക്കും പറഞ്ഞാല് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? പൊതുവേ ഇന്റർവ്യൂ കുറെ പേര് എന്നെ കണക്ട് ചെയ്യാറുണ്ട്. മാം ഇന്ന് ഇന്റർവ്യൂ ആണ്, എനിക്ക് എങ്ങനെ പ്രിപ്പയർ ഉണ്ട്, എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. അത് സത്യം പറഞ്ഞാൽ അത് എങ്ങനെയാന്ന് വെച്ചാൽ കഴിഞ്ഞാല് നമ്മൾ ഫസ്റ്റ് ഇന്റർവ്യൂവർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു കാഷ്വൽ ആയിട്ട് നമ്മൾ പേരും കാര്യങ്ങളും. പിന്നെ നമ്മൾ തീരുമാനിക്കണം അവരെന്ത് നമ്മളോട് ചോദിക്കണം എന്നുള്ളത്. കാരണം ആ ഒരു സ്റ്റാൻഡപ്പ് നമ്മൾ അവിടെ എടുക്കണം. നമ്മളെ ടോക്കിലൂടെ, നമ്മളെ കമ്മ്യൂണിക്കേഷനിലൂടെ, നമ്മളതിന് ഏറ്റവും യോഗ്യത ആയ ആൾ നമ്മളാന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റി കഴിഞ്ഞാൽ മതി. അത് നമ്മളെ ടോക്കിലൂടെ പറ്റും, നമ്മളെ ആക്ഷനിലൂടെ പറ്റും. അപ്പോ അവർക്ക് നമ്മൾ മുന്നേ അറിയേയില്ല, പക്ഷെ നമ്മളെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും. പക്ഷെ നമ്മളെ ടോക്കിലൂടെ എല്ലാം അത് എന്നെ കൊണ്ട് സാധ്യമാണ്. നിങ്ങളുള്ള ആ പൊസിഷൻ എന്റെ കയ്യിൽ തന്നാൽ ഞാൻ അവിടെ അത്ര അടിപൊളിയാക്കും. കാരണം നമുക്ക് നമ്മളിൽ ബിലീവ് വേണം. ആ ബിലീവ് ഉണ്ടെങ്കിലാണ് നമുക്കിപ്പോ അപ്പൊ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പൊതുവെ ആളുകളുടെ എപ്പോഴും തോട്ട്സ് എന്തായിരിക്കും? ഇപ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അയ്യോ അതെനിക്ക് കിട്ടുമോ, എന്തായിരിക്കും ക്വസ്റ്റ്യൻ, എന്തായിരിക്കും എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും അധിക പേരുടെ ടെൻഷൻ. എന്തായിരിക്കും ക്വസ്റ്റ്യൻ, എന്തായിരിക്കും ഇനിയിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം കിട്ടുമോ, എനിക്ക് എല്ലാ ഉത്തരവും അറിയാം, പക്ഷെ ഞാൻ ആ ടൈമിൽ എങ്ങനെയാണാവോ, ആഹ് ഉം നമുക്ക് ഷിവർ ചെയ്ത് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് അലട്ടുന്നത്. അതിനു പകരം ആ സമയം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താന്ന് വെച്ചാല് അവിടെ ജോബ് കിട്ടി കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഫുൾ പവർഫുൾ ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടും അവർ ചോദിക്കുന്നതിനൊക്കെ കറക്റ്റ് പൊസിഷൻ ചെയ്തിട്ട് നമ്മളെ എവിടെ പൊസിഷൻ ചെയ്യണതൊക്കെ നമ്മളിങ്ങനെ ടോക്കിലൂടെ പറഞ്ഞിട്ട് അവര് ഇത് നിനക്കുള്ളത് തന്നെയാണ്, യു ആർ സെലക്ടഡ് എന്ന് അവർ പറയുന്നത് വരെ നമ്മൾ ടോക്ക് ചെയ്യുന്നതും, പിന്നെ അവരെ ഇനിയിപ്പോ അവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ ഏറ്റവും നല്ല ബെസ്റ്റ് പെർഫോമർ ആയിട്ട് അവിടെ മാറുന്നതും, ഇതൊക്കെയാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. അതിന് പകരം ഇതെനിക്ക് കിട്ടുമോ, ഈ അവസ്ഥനെ കുറിച്ച് അത്രയും മോശമായിട്ട് ചിന്താക്കാൻ പറ്റുമോ, അത്രയും മോശമായിട്ട് നമ്മൾ ചിന്തിക്കും എന്നുള്ളതാണ്. അതിന് പകരം ഓൾറെഡി അത് കിട്ടിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും റീക്രിയേറ്റ് ചെയ്യാനും പറ്റുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇപ്പോ ഉം, അതാണ് നമ്മൾ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ റൈറ്റ് ചെയ്തിട്ട് അതിനെ വിഷ്വലൈസ് ചെയ്യുക. ഓൾറെഡി എന്താവാനാണോ, എന്ത് കിട്ടാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് അതിൽ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത് എന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള മാറ്റങ്ങൾ, എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള വെളിച്ചം, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ചില സമയങ്ങളിൽ നട്ടം തിരിഞ്ഞ് ഓടുന്ന സമയങ്ങളിൽ, ചില സമയത്ത് നമുക്ക് ലൈഫിന്റെ ഒരു ആൻസർ കിട്ടൂല, അല്ലെങ്കിൽ എന്റെ പേർപ്പസ് എന്താ, ഇതൊക്കെ നമ്മൾ അറിയാത്ത, അല്ലെങ്കിൽ നമ്മളെ പാഷന് കിട്ടാത്ത അവസ്ഥ, ഇങ്ങനെ നമ്മൾ നെട്ടോട്ട് ഓടിക്കുന്ന സമയമുണ്ട്. അതിപ്പോ ഇന്ന ഏജിൽ നമ്മളെ ചില ആളുകൾക്ക് 40 ഏജിന്റെ ആയിരിക്കും ഒരു ഒരു തോട്ട്സ് വരാം, എന്റെ ലൈഫ് എന്താ ഇങ്ങനെ ആയി, ഈ രീതിയിലാണ്. ചില ആൾക്ക് ചെറുപ്പം മുതലേ അങ്ങനത്തെ തോട്ട്സ് ഉണ്ടാവും, എനിക്ക് മാറണം, എനിക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം. അങ്ങനെ പല ആളുകൾക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ ചില ആളുകൾ ഏജ് ഓവറും സ്വയം വിലയിരുത്തിയിട്ടാണെങ്കിലും അവിടെ മാറണം മാറണം എന്നുള്ള ചിന്ത വന്നിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എത്ര ട്രൂലി ബ്ലെസ്ഡ് ആണ്. കാരണം ഈ ലൈഫിൽ നമ്മൾക്കൊരു മാറ്റം വേണം തിങ്ക് ചെയ്യാൻ അത്രത്തിൽ പവർഫുൾ ആയ തോട്ട്സ് നമുക്ക് കിട്ടണമെങ്കിൽ തന്നെ അതന്നെ വലിയ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആളായിക്കോട്ടെ, ഏത് പ്രൊഫഷൻ ഫോളോ ചെയ്യുന്ന, ഏത് പേഴ്സണൽ കരിയർ, എന്ത് ഏത് എത്ര വലിയ ആളുകളായിക്കോട്ടെ, എത്ര ചെറിയ ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഉള്ള കാര്യമാണ് മനസ്സ്, അതുപോലെ തോട്ട്സ് എന്ന് പറയുന്നത്. അതിൽ വർക്ക് ചെയ്യാൻ ഇന്ന സാധ്യത വേണം, ഇന്ന രീതിയിൽ വേണം എന്നൊന്നും. ഇപ്പൊ എന്റെ കോഴ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രാക്ടീസിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട്സുകളും ഈ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള വെളിച്ചം ഈ ലോകത്തൊക്കെ സ്പ്രെഡ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓരോ വിസ്ഡംസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇപ്പോ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അത് ഫോളോ അപ്പ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഇവിടെ പറയുന്നതിൽ ഡൗട്ടോ ഫിയറോ, അല്ലെങ്കിൽ ഇത് എനിക്ക് സാധിക്കുമോ, അല്ലെങ്കിൽ ഇപ്പൊ ഇത് എനിക്ക് കിട്ടുമോ, അത്തരത്തിലുള്ള തോട്ട്സിലൂടെയാണ് നിങ്ങൾ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും അത് കിട്ടൂല. അത് അത് നമ്മൾ പറഞ്ഞല്ലോ ആ തരത്തിലുള്ള വൈബ്രേഷനിലല്ല നമ്മൾ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാനും നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ പറ്റും. അതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്
ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ചിലത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ നമ്മളെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു 28 ഡേയ്സ് മാജിക്കൽ പ്രാക്ടീസ് നിങ്ങളുടെ ലൈഫിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ഇത് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മളെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുക. ഇത്തരത്തിലുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങനത്തുള്ള പവർഫുൾ ആയ മൈൻഡ് പവർ ടൂൾസും അതുപോലെ ലൈഫിന്റെ ടിപ്സ് ഒക്കെ ഷെയർ ചെയ്യുന്ന നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും ബാക്കി പ്രോഗ്രാംസുകളും നിങ്ങൾക്കുള്ള സെഷൻസും കാര്യങ്ങളൊക്കെ അതിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിടുക. കാരണം നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷന് കാരണമാകുന്ന ഒരു ഒരുപാട് വീഡിയോസ് നിങ്ങൾക്കായിട്ട് വെയിറ്റഡ് ആണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തോട്ട്സ് എന്നാണ്. അതായത് നമുക്ക് മാറണം എന്ന ചിന്ത എന്ന് മുതലാണോ വരുന്നത് അന്ന് മുതൽ നമ്മൾ അത് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വാട്ട് യു സീക്ക് സീക്കിങ് യു എന്ന് പറയുന്ന പോലെ നിങ്ങൾ എന്തിനെ തേടുന്നോ അത് നിങ്ങളെയും തേടുന്നുണ്ട്. നിങ്ങൾ എന്താണോ ഇപ്പൊ ഉള്ളിൽ ഇങ്ങനെ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്നുണ്ടെങ്കിൽ ആ പ്രശ്നവും നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മാറണം എന്നുള്ള തോട്ട്സ് ആണ് നിങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ വരെ കണ്ടത്. കാരണം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് അതീതമായിട്ടുള്ളവർ മാത്രമാണ് നമ്മളെ കാണുകയുള്ളൂ. അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോ വാച്ച് ചെയ്യുകയുള്ളൂ. അല്ലാത്ത ആളുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അവർക്ക് ആവശ്യമുള്ളത് അവർ തിരഞ്ഞെടുക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് എവിടെയോ ആഗ്രഹിക്കുന്നുണ്ട്, മാറണം, ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം, സക്സസ് ആവണം, ആഗ്രഹിക്കുന്ന ലൈഫ് ലീഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ മാജിക്കൽ പ്രാക്ടീസ് ഫോളോ അപ്പ് ചെയ്യുക. ഓരോ ദിവസം ഓരോന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ കാരണം എൻ്റെ ലൈഫിൽ ഞാനിത് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മളിങ്ങനെ വിറ്റ്നസ് ചെയ്യും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഓൾറെഡി അവിടെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾക്കത് ഫീൽ ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ചിങ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിൽ ഇപ്പൊ ഏതോ ഒരു അവസ്ഥയിലായിക്കോട്ടെ, നിങ്ങൾ ഏതൊരു പാസ്റ്റിൽ എന്തോ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കോട്ടെ, അതൊന്നും ഇവിടെ വിഷയമല്ല. ഇനി അങ്ങോട്ടുള്ള ലൈഫ് എങ്ങനെയാവണം എന്ന് നമുക്ക് നമ്മളുടെ ലൈഫ് റീറൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ പ്രാക്ടീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓൾറെഡി എങ്ങനെ ആവണം എന്ന് തിങ്ക് ചെയ്തിട്ട് അത് വിഷ്വലൈസ് ചെയ്യുക. അത് നമ്മൾ റിട്ടൺ ലിസ്റ്റ് ആണ് ആദ്യം തയ്യാറാക്കേണ്ടത് എങ്ങനെയാവണം എന്നുള്ളത്. അപ്പോൾ അതിനെ വിഷ്വലൈസ് ചെയ്യുക, എന്നിട്ട് അതിനെ ഫീൽ ചെയ്യുക. മാക്സിമം സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് ഇമേജസും ഇമോഷൻസ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് ഇമേജ് ആണോ എന്ത് ഇമോഷൻസ് ആണോ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് റിയാലിറ്റിയിൽ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് തുടങ്ങണം. നിങ്ങൾ അതിന് റെഡിയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസുകളും ഒരുപാട് ക്ലാസ്സും സെഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.